നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു അസുഖത്തിനെ പറ്റിയാണ്. പിത്തസഞ്ചിയിലെ വീക്കം അഥവാ കോളിസിസ്റ്റൈറ്റിസ്. ഇത് ചില ഘട്ടങ്ങളിൽ ഒരു സർജിക്കൽ എമർജൻസി ആയിട്ടും വരാറുണ്ട്. ഞാൻ ഡോക്ടർ ടോം ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഇൻ്റർവെൻഷണൽ റേഡിയോളജി. ഗോൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചി എന്നാൽ കരളിനോട് ചേർന്നിരിക്കുന്ന ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഒരു അവയവമാണ്. ഈ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായും ഒരു സ്റ്റോൺ അഥവാ കല്ല് വന്ന വളരെ ചെറിയ സൈസ് കല്ല് പിത്തസഞ്ചിയിൽ നിന്ന് പോയി ബൈല് പോകുന്ന ട്യൂബിൽ വന്ന് തടയുമ്പോഴാണ് കോളിസിസ്റ്റൈറ്റിസ് എന്ന അസുഖം വരുന്നത് അഥവാ രോഗാവസ്ഥ വരുന്നത്. ചില ഘട്ടങ്ങളിൽ കല്ലില്ലാതെയും പിത്തസഞ്ചിയിൽ നീർക്കെട്ട് വരാം. ഇനി ഈ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങൾ എന്ന് നമുക്കറിയാം. പൊതുവെ രോഗികൾ സിവിയർ വയറുവേദന, അതായത് നെഞ്ചിൻ്റെ കീഴ്ഭാഗത്തായിട്ട്, വയറിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് മേളിലായിട്ടായിരിക്കും സിവിയർ പെയിനായിട്ട് വരുന്നത്. ചില ഘട്ടങ്ങളിൽ പനി, മഞ്ഞപ്പിത്ത മുതലായ ലക്ഷണങ്ങളുമായിട്ട് രോഗികൾ വരാറുണ്ട്. ഇതിൻ്റെ ഇവാലുവേഷൻ്റെ ഭാഗമായി രോഗികളുടെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ഒരു സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാൻ അഥവാ CT സ്കാൻ സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ കൃത്യമായി രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇത്തരത്തിൽ വയറുവേദന അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുകയും ഡോക്ടർ നിങ്ങൾക്ക് ഏതാനും ബ്ലഡ് ടെസ്റ്റുകളും ഒരുപക്ഷെ പരിശോധനയ്ക്ക് ശേഷം സ്കാനിങ് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവേ കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്താശയത്തിലെ വീക്കത്തിന് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ വേദനയ്ക്കുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്സും ആണ് സജസ്റ്റ് ചെയ്യാറ്. ഇത്തരത്തിൽ വേദന തന്നെ സെറ്റിലാവുന്നുണ്ടോ, കുറയുന്നുണ്ടോ, ഇൻഫെക്ഷൻ്റെ കൗണ്ടുകളൊക്കെ കുറയുന്നുണ്ടോ എന്ന് ഡോക്ടർ നോക്കാറുണ്ട്. ഇനി ചില ഘട്ടങ്ങളിൽ വേദന ഒട്ടും കുറയുന്നില്ലെങ്കിൽ ഒരു എമർജൻസി സർജറിയും നമ്മൾ കോളിസിസ്റ്റെക്ടമി എന്ന് പറഞ്ഞൊരു സർജറി, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നൊരു സർജറി സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ അഥവാ ഓപ്പൺ ആയിട്ടും ചെയ്യുന്ന ഓപ്പറേഷനാണ് കോളിസിസ്റ്റെക്ടമി. ഇനി മരുന്നുകൾ കൊണ്ട് വേദന നല്ല രീതിയിൽ കുറയുകയാണെങ്കിൽ, വീണ്ടും വേദന വരികയാണെങ്കിലും ഒരുപക്ഷെ ഗോൾ ബ്ലാഡർ റിമൂവൽ സർജറി അഥവാ കോളിസിസ്റ്റെക്ടമി സർജറി ഡോക്ടർ സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവേ പിത്താശയ വീക്കത്തിന് അഥവാ കോളിസിസ്റ്റൈറ്റിസിന് നമുക്കറിയാവുന്നത് മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞ പോലത്തെ മെഡിക്കൽ മാനേജ്മെൻറ്റ് അഥവാ സർജറി ചെയ്ത് പിത്താശയം നീക്കം ചെയ്യുന്ന സർജറിയാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെൻറ്റിലൂടെ പിത്താശയ വീക്കം അഥവാ നീർക്കെട്ട് നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ കോളിസിസ്റ്റോസ്റ്റമി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇത് താരതമ്യേന പേഷ്യൻ്റ് ഹൈ റിസ്ക് അസുഖങ്ങൾ അനുഭവിക്കുന്ന കണ്ടീഷനുകളിലാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി കോളിസിസ്റ്റൈറ്റിസ് എന്ന അസുഖത്തിൽ വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ബൈൽ പോകുന്ന ഗോൾ ബ്ലാഡറിലെ ട്യൂബിൽ ഒരു കല്ല് വന്ന് തടസ്സം വന്നാൽ ആ പിത്തസഞ്ചി അവിടെ തടസ്സമുണ്ടായി പിത്തസഞ്ചി വീർത്ത് ബലൂൺ പോലെ വീർത്ത് അത് പൊട്ടാനൊരു സാധ്യതയുണ്ട്. ഗോൾ ബ്ലാഡർ റപ്ചർ എന്ന് പറയും. അതൊരു വളരെയധികം എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനും എമർജൻസി ആയിട്ടൊരു സർജറി ചെയ്യേണ്ടി വരും. ചില ഘട്ടങ്ങളിൽ ഈ കല്ല് അവിടെ തടസ്സം ഉണ്ടാകുന്നതുകൊണ്ട് ബൈൽ അവിടെ കെട്ടി നിന്ന് പിത്താശയത്തിനകത്ത് പഴുപ്പ് കെട്ടുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു എമർജൻസി സർജറിയോ നേരത്തെ പറഞ്ഞ പോലെ കോളിസിസ്റ്റോസ്റ്റമി എന്ന ഇൻ്റർവെൻഷണൽ റേഡിയോളജി പ്രൊസീജിയറോ ചെയ്ത് അത് ചികിത്സിക്കേണ്ടതാണ്. ഇനി മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം ഹൈ റിസ്ക് സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ കോളിസിസ്റ്റോസ്റ്റമി ചെയ്യേണ്ടി വരിക. കോളിസിസ്റ്റോസ്റ്റമി എന്ന് പറഞ്ഞാൽ തീർത്തും നോൺ സർജിക്കലായിട്ടുള്ളൊരു പിൻഹോൾ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയറാണ്. ഒരുപക്ഷെ രോഗി പ്രായം നന്നേ കൂടുതലായിരിക്കാം, 75-80 വയസ്സിന് മേലെ, ഒരു ഹാർട്ടിൻ്റെ അസുഖം ഉള്ളൊരു രോഗി, എന്തെങ്കിലും ഒരു ഹൃദയം സംബന്ധിച്ചിട്ടുള്ള മേജർ സർജറി കഴിഞ്ഞൊരു രോഗി, എന്തെങ്കിലും ബ്ലഡ് തിന്നസ്, ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ,
കിഡ്നി ഫെയിലിയർ, കിഡ്നി അസുഖമുള്ള ഒരു രോഗിയായിരിക്കാം. ഇത്തരത്തിൽ പല ഹൈ റിസ്ക് സിറ്റുവേഷൻസിലും ഒരുപക്ഷെ ഒരു കോളിസിസ്റ്റോസ്റ്റമി പ്രൊസീജിയർ ആയിരിക്കാം ഒരു എമർജൻസി സർജറിനേക്കാളും റിസ്ക് കുറവ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഉള്ള ഒരു ആശുപത്രിയിലാണെങ്കിൽ ഈ കോളിസിസ്റ്റോസ്റ്റമി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പറ്റും. ഇനി എങ്ങനെയാണ് കോളിസിസ്റ്റോസ്റ്റമി പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കോളിസിസ്റ്റോസ്റ്റമി അഥവാ ഗോൾ ബ്ലാഡർ ഡ്രെയിനേജ് ചെയ്യുന്ന പ്രൊസീജിയർ തീർത്തും സേഫ് ആൻഡ് മിനിമം കോംപ്ലിക്കേഷൻസിൽ ചെയ്യാവുന്നൊരു പ്രൊസീജിയറാണ്. ഇത് ഒന്നില്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ അഥവാ CT സ്കാൻ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. സ്കാനിങ്ങിൽ നോക്കി നമ്മൾ ഒരു നീഡിൽ ഗോൾ ബ്ലാഡറിലേക്ക് കടത്തിവിട്ട് അതിലൊരു ട്യൂബ് ഇടുന്ന ഒരു പ്രൊസീജിയറാണ് കോളിസിസ്റ്റോസ്റ്റമി പ്രൊസീജിയർ. ഇതുമൂലം ഗോൾ ബ്ലാഡറിൽ കെട്ടിക്കിടക്കുന്ന പഴുപ്പ് അഥവാ ഇൻഫെക്റ്റഡ് ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് ബാഗിലേക്ക് പുറത്തേക്ക് എടുക്കാവുന്നത് കൊണ്ട് തന്നെ രോഗിക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ വേദനയും ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ കുറയ്ക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഗോൾ ബ്ലാഡർ ഡ്രെയിനേജ് അഥവാ കോളിസിസ്റ്റോസ്റ്റമി ചെയ്യുന്ന രോഗികൾക്ക് നമുക്ക് എലക്റ്റീവായിട്ട് പിന്നീടൊരു ദിവസം സർജറി ചെയ്ത് നല്ല രീതിയിൽ ഗോൾ ബ്ലാഡർ സർജറി പൂർണ്ണമായി നമുക്കത് തീർക്കാൻ കഴിയാവുന്നതാണ്. ഇത്തരത്തിൽ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ കണ്ടീഷനെക്കുറിച്ചും അതിന് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റിയും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.